എല്ലാ മാന്യ പ്രേക്ഷകർക്കും SP വ്ളോഗിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ ചെലവിൽ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്ന് പറയുന്ന ഒരു വ്ളോഗാണ് SP വ്ളോഗ്. ഒരു സിനിമയ്ക്ക് ആവശ്യം വേണ്ട നിർമ്മാണ ചെലവ്, അത് ഓരോ ഘട്ടങ്ങളിലും ഓരോ സിനിമയുടെ കഥ തീരുമാനം തൊട്ട് പടം റിലീസ്, തിയേറ്റർ റിലീസ് ചെയ്ത് അതിൻ്റെ എത്ര രൂപയാണ് തിരിച്ച് കളക്ഷൻ വരുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ, നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഈ വ്ളോഗിലൂടെ ഓരോ തട്ടായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എൻ്റെ പേര് സാജൻ ജോണി. ഞാൻ ഡിജിറ്റൽ കാർവിംഗ് എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ VFX സ്റ്റുഡിയോകളിൽ ഒന്നായ ഡിജിറ്റൽ കാർവിങ്ങിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഏകദേശം ഒരു 100 സിനിമയുടെ അടുത്ത് VFX അതിൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് 2015 ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞ സിനിമ. അരുൺ അടിമാലി. ഞാൻ ഈ സിനിമയിൽ ക്യാമറയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിലൂടെ എങ്ങനെ സിനിമയ്ക്ക് ആവശ്യമുള്ള സിനിമയ്ക്ക് എന്താണ് ശരിക്കും ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് ആവശ്യമുള്ള തുക എന്താണ്, ഓരോ സെക്ഷനിലും എത്ര രൂപയാണ് ചിലവഴിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ചുരുങ്ങിയ ചിലവിൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കുക, വെറുതെ ധാരാളിത്തം കാണിച്ചുകൊണ്ട് സിനിമയിൽ ഒത്തിരി പൈസ വാരി ചിലവാക്കിക്കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള സാങ്കേതിക ഇതൊന്നും അറിയാതെ, അതിൻ്റെ ടോട്ടാലിറ്റി അറിയാതെ ഒത്തിരി നിർമ്മാതാക്കൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന 4ാമത്തെ സിനിമ. ഞാൻ ഇതിനു മുമ്പ് 3 സിനിമ ചെയ്തിട്ടുണ്ട്. ആ 4ാമത്തെ സിനിമയിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും, അതിൻ്റെ കഥ ചർച്ച തൊട്ട് അതിൻ്റെ എൻഡ് വരെ, റിലീസും പബ്ലിസിറ്റിയും റിലീസും തിയേറ്ററിലെ ഫീഡ്ബാക്ക് വരെയും അതിൻ്റെ കണക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളൊരു വരുന്ന വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് സിനിമയുടെ കൂടെ ഞാനും ട്രാവൽ ചെയ്യുന്നപ്പം നിങ്ങൾക്കും ട്രാവൽ ചെയ്യാം. ഒരു ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള ഫുള്ള് പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ നിങ്ങൾക്കും ഉണ്ട് ഞാൻ അവതരിപ്പിക്കും. അദ്ദേഹം ഒരു 31 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മലയാള ഇൻഡസ്ട്രിയിലും തമിഴിലും. പുള്ളി ഏകദേശം ഒരു 3 സിനിമ ചെയ്തു കഴിഞ്ഞു. 31 വർഷമായിട്ട് കേരളത്തിലെയും തമിഴിലെയും ഒട്ടുമിക്ക സംവിധായകരുടെയും സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ചിലവ് ചുരുക്കി ചെയ്യാമെന്നും ഉള്ള നല്ല ധാരണയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിനെ കുറിച്ച് പറഞ്ഞപ്പം അതുമായിട്ട് സഹകരിക്കണമെന്നും വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിലേക്ക് ചേർന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ, ഈ പറഞ്ഞ പോലെ 0 ബഡ്ജറ്റാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പോൾ സിനിമയുടെ എൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാമറ. ഈ സെക്ഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ സെക്ഷനുകളും ഈ സിനിമ തുടങ്ങി തീരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിത് നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സിനിമ എങ്ങനെ ചെയ്ത് വിജയിപ്പിച്ച് 0 ബഡ്ജറ്റിൽ നല്ല ക്രാഫ്റ്റോടുകൂടി എങ്ങനെ വിജയിപ്പിക്കാമെന്ന് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ ഞങ്ങളും സഞ്ചരിക്കും. അത്രയും ലെജൻഡായി ഇവരുടെ കൂടെ, അതുപോലെ ഒത്തിരി ടെക്നീഷ്യന്മാർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അവരുടെ എല്ലാം കൂടെ ഒരു ചെറിയ ഭാഗമാകാൻ വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. നമസ്കാരം, ഞാൻ അശ്വതി അരുൺകുമാർ, ഒരു സിംഗറാണ്. ഇനി വരാൻ പോകുന്ന പുതിയ സിനിമയുടെ ഒരു ഭാഗമാണ്. ഇപ്പം എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെങ്കിൽ VFXുമായിട്ട് എങ്ങനെ ഈ സിനിമ VFX സപ്പോർട്ട് ചെയ്ത് ചെയ്യാം. ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് VFXൻ്റെ സാധ്യത എങ്ങനെയാണ്, ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് VFXനെ ചിലവ് ചുരുക്കി എങ്ങനെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാം, ഇതാണ് എൻ്റെ ടാസ്ക്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഈ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റേജും കാണിച്ചു കൊടുത്താൽ ഇനി വരാൻ പോകുന്ന സിനിമാക്കാർക്ക് അതൊരു ഗുണമാവില്ലേ? അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വ്ളോഗിനെ കുറിച്ച് ചിന്തിച്ചതും. ഒരു ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് സംഭവിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് എങ്ങനെ നമുക്കിത് തിയേറ്ററിലെത്തിക്കാം, ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരായിട്ട്, അതായത് സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ട്, ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു റെഫറൻസ് ആയിട്ട് ഈ വ്ളോഗ്
നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഒരാഗ്രഹമുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. സിനിമയുടെ അതേപോലെ തന്നെ ഇതിനും വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. പാട്ടിനെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്നെക്കാട്ടിലും കഴിവ് കൂടിയിട്ടുള്ളവർ വരികൾ എഴുതുന്നവരാവാം, മ്യൂസിക് കൊടുക്കുന്നവരാവാം, പാടുന്നവരാവാം. ഒത്തിരി ഒത്തിരി അവസരങ്ങൾ തേടിപ്പോയിട്ടും അതൊന്നും കിട്ടാതെ നിരാശരായിട്ട് മടങ്ങേണ്ടി വന്നവരാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ല അവസരമാണ് ഈ സിനിമ തുറന്നിടുന്നത്. എന്നെപ്പോലെ തുടക്കക്കാരൻ, ഞാൻ 10-12 വർഷമായുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. എന്നെപ്പോലെ തുടക്കക്കാരൻ എപ്പോഴും കൂടെ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സംഭവമാണ് ഈ സിനിമ. ഈ സിനിമ പോലെ തന്നെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെ സിനിമയെക്കുറിച്ച് പഠിക്കാൻ, സിനിമ എന്താണ്, സിനിമ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ ക്യാമറ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ക്യാമറയിൽ ലൈറ്റപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു, ലെൻസുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ലെൻസുകൾ ഓരോ ലെൻസുകൾ, ഓരോ ബ്ലോക്ക് ലെൻസുകളും 35 ആണെങ്കിലും 85 ആണെങ്കിലും 100 ആണെങ്കിലും 50 ആണെങ്കിലും ഉള്ള ലെൻസുകൾ, സൂം ലെൻസുകൾ ഒക്കെ എന്തിനാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്, എന്താണ് ആ ലെൻസുകളുടെ ആവശ്യം, അതുപോലെ തന്നെ ലൈറ്റപ്പ് എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്, ഇതൊക്കെ സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ വ്ളോഗ്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇതിലെ കലാകാരന്മാർ തന്നെയാണ്. അത് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ കഴിവാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. 0 ബഡ്ജറ്റിൽ കഴിവുള്ള കലാകാരന്മാരുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് കുറച്ച് നല്ല, അതായത് ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്ന ഒരു സിനിമയാണിത്. ലോ ബഡ്ജറ്റിൽ എങ്ങനെ സിനിമ എടുക്കാം എന്നും കൂടി തെളിയിക്കുകയാണ് ഈ ചിത്രം. അപ്പോൾ കഴിവുള്ള കലാകാരന്മാർക്ക് ആർക്കും ഇതിൽ അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങളുടെ കഴിവ് പുറലോകത്ത് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഈ സിനിമയിലോട്ട് എത്തിച്ചേരാവുന്നതാണ്, ഇതിനെ സമീപിക്കാവുന്നതാണ്. ലോ ബഡ്ജറ്റ് ചിത്രമായ 0 ബഡ്ജറ്റിൽ A to Z ആളുകൾ അവരുടെ കഴിവിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ SP വ്ളോഗ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഒരു നല്ല വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ചാനലാണ്. തീർച്ചയായിട്ടും കാണണം. കബളിപ്പിക്കപ്പെടുന്ന പുതിയ തിന്മാതാക്കളും അതിന് ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ എൻ്റെ 31 വർഷത്തെ അനുഭവത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്.